നമസ്കാരം. ആറ്റിറ്റ്യൂഡ്, അതാണ് കാര്യം. ഒരിക്കൽ ഒരു രാജ്യത്തെ രാജാവ് രാജ്യത്തിലെ നടപ്പാതയിൽ ആളെ നിർത്തി വലിയൊരു ഉരുളങ്കല്ലെടുത്ത് വെച്ചു. വലിയ പ്രയാസമാണത് തള്ളി മാറ്റാൻ എന്ന് നല്ല ബോധ്യം രാജാവിനുണ്ടായിരുന്നു. പിറ്റേ പ്രഭാതം മുതൽ രാജാവ് വേഷപ്രച്ഛന്നനായി ഒരു മരത്തിൻ്റെ മറവിൽ പോയി നിന്ന് അവിടെ കൂടി കടന്നു വരുന്ന ഓരോരുത്തരെയും നോക്കിക്കൊണ്ടേയിരുന്നു. പലരും അതുവഴി കടന്നുപോയി. ചിലർ ഓരം ചേർന്ന് വളരെ ബുദ്ധിമുട്ടി നടന്ന് അപ്പുറത്തെത്തിയിട്ട് പറയും, എന്തൊരു കഷ്ടമായത്, ഒരു രാജ്യത്ത് രാജാവുണ്ടായിട്ടും ഇത്രയും പ്രതിസന്ധി ജനങ്ങൾക്കോ? എന്തിന്? രാജകൊട്ടാരത്തിൽ എപ്പോഴും രാജാവിനെ സ്തുതി പാടുന്നവർ പോലും ഈ കല്ലിനെ നോക്കി രാജാവിനെതിരെ പിറുപിറുത്തുകൊണ്ടേ നടന്നു പോകുകയാണ്. കച്ചവടക്കാർ അതുവഴി വന്നു, പലതരം ആളുകളും അതുവഴി വന്നു. വൈകുന്നേരമായപ്പോൾ തൻ്റെ പാടത്തെ കൃഷി സാധനവുമായി ചന്തയിലേക്ക് ഒരു പാവപ്പെട്ട കർഷകൻ അതുവഴി നടന്നു പോകുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഈ വലിയ കല്ല് നോക്കിയിട്ട് പറയാണ്, അയ്യോ, ഇത് നടപ്പാതയല്ലേ, രാജാവും മറ്റും ഇതുവഴി വന്നാൽ മാർഗതടസ്സം ഉണ്ടാവുമല്ലോ. തൻ്റെ കയ്യിലിരിക്കുന്ന സാധനം താത്തു വെച്ചിട്ട് അദ്ദേഹം മുഴുവൻ ശക്തിയും എടുത്ത് ഈ കല്ല് ഉരുട്ടി മാറ്റാൻ നോക്കുകയാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു, അത് ഉരുട്ടി അപ്പുറത്ത് മാറ്റിവെച്ചിട്ട് ഹോ ഭാഗ്യം, എന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്ന് സ്വയം പറഞ്ഞു. എന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കല്ല് കിടന്നിടത്ത് ഈ കല്ലിനടിയിൽ ഒരു ചെറിയ സഞ്ചി ഇരിക്കുന്നു. അദ്ദേഹം ആ സഞ്ചി എടുത്ത് തുറന്നു നോക്കി, കുറേ സ്വർണ്ണ നാണയങ്ങൾ. അദ്ദേഹം ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. അതിനുശേഷം അദ്ദേഹം ആ സ്വർണ്ണ നാണയങ്ങളുടെ ഇടയിൽ ഒരു കുറിപ്പ് കണ്ടു. ആ കുറിപ്പ് രാജാവിൻ്റേതായിരുന്നു. ഈ കല്ല് ഉരുട്ടി മാറ്റുന്നവർക്കുള്ളതായിരുന്നു ഈ സ്വർണ്ണ നാണയം എന്നാണ് ആ കുറിപ്പിൽ എഴുതി വെച്ചിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വലിയ ഉരുളം കല്ലുകളായിട്ട് പല പ്രശ്നങ്ങളും നമ്മുടെ മുൻപിലുണ്ടാവും. ജീവിതയാത്ര ഇങ്ങനെ സുഗമമായിട്ട് പോകുമ്പോൾ ഈ പല കല്ലുകളും കണ്ട് നമ്മൾ പകച്ചു നിൽക്കാറുണ്ട്. പലതും ചരിഞ്ഞു പോകാറുണ്ട്, പലതും സ്വയം പ്രാകാറുണ്ട്, പലതും സ്വയം പരിഭവിക്കാറുണ്ട്, പലതിൽ നിന്നും ഒഴിഞ്ഞു മാറാറുണ്ട്. എന്നാൽ മറ്റൊരാൾ വന്ന് നമ്മുടെ കല്ലുകളെ ഉരുട്ടുമാറ്റുകയല്ല, മറിച്ച് നമ്മൾ തന്നെ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധിയെ തള്ളി മാറ്റി മുന്നിലേക്ക് പോകുമ്പോൾ കൂടുതൽ സമ്മാനങ്ങൾ, ജീവിതത്തിൽ കൂടുതൽ വിജയം നേടാൻ നമുക്ക് സാധിക്കും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.